ശ്രീ മധുമാവിൽ എഴുതിയ വേരുറങ്ങുന്ന മരത്തിലെ കൂട് എന്നുള്ള പുസ്തകത്തിലെ 8 വീട്ടിൽ പിള്ളമാർ എന്നുള്ള കഥ വായിച്ചു. ഇത് ഒരു മരണവീട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളെയാണ് ഇതിലൂടെ വിമർശനാത്മകമായിട്ട് വരച്ചു കാട്ടുന്നത്. ഔചിത്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ബാക്കിയുള്ളവരുടെ വേദനകളിലും അവരുടെ മാനസികാവസ്ഥകളിലും ഒരു എമ്പതി തോന്നുക, അത് പ്രധാനമാണ്. അവരുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ളൊരു ശേഷി ഉണ്ടാവുക എന്നുള്ള പ്രധാനമാണ്. അതുപോലെ ഏതൊരു സ്ഥലത്താണെങ്കിലും സാമാന്യ മര്യാദകളും ഔചിത്യവും പാലിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ സ്വയം നമ്മളെ പ്രബുദ്ധരെന്ന് വിളിക്കുമെങ്കിലും ചില അവസരങ്ങളെങ്കിലും നമ്മൾക്കത് തീരെ ഇല്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. അത്തരം ഒരു രംഗമാണ് ഇതിൽ വരച്ച് കാട്ടുന്നത്. ഒരു മരണ വീട്, താരതമ്യേന ചെറുപ്പക്കാരനോ കുട്ടിയോ ആയ ഒരാൾ മരിക്കുന്നു. അപ്പോൾ അവിടെ എല്ലാവരും വളരെ ദുഃഖത്തിലിരിക്കുകയാണ്. ആ അവസരത്തിൽ സ്വയം ആളാവാനൊക്കെ വേണ്ടി ഒട്ടും രംഗബോധമില്ലാതെ പ്രവർത്തിക്കുന്ന ചില ആളുകളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇതിൽ സത്യമാണത്. ഹാസ്യാത്മകമായൊരു എലമെൻ്റ് ഉണ്ട്, നമുക്ക് വിഷമം തോന്നുന്നൊരു എലമെൻ്റ് ഉണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് ഇതൊരു സത്യസന്ധമായ കാര്യമാണ്. മരണവീട് എന്നുള്ളത് ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. പല അവസരങ്ങളിലും ഒട്ടും ഔചിത്യമില്ലാതെ പെരുമാറുന്ന ആളുകളെയാണ് ഈ കഥ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 4 പേജുള്ള കഥയാണ്. ആദ്യത്തെ പേജിൽ മരണത്തെക്കുറിച്ചും അതിൻ്റെ ദുഃഖത്തെക്കുറിച്ചും എല്ലാം പറയുന്നത് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ചില ചോദ്യങ്ങളും, ചെറിയ കുട്ടികൾ ഇത്ര തിടുക്കത്തിൽ എങ്ങോട്ടാണ് എന്നുള്ള ചോദ്യം, നമുക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. പിന്നെ ആ മരണത്തിൻ്റെ ഒരു തീവ്രത, അതിൻ്റെ ദുഃഖം വരച്ച് കാട്ടുന്നുണ്ട്. ഇത്ര ചെറിയ പ്രായത്തിൽ വിയോഗം, എല്ലാ സ്വപ്നങ്ങളും വീട്ടുകാർക്ക് കൊടുത്തിട്ട് പോയവർ, കൂട്ടുകാരോടൊത്ത് കൂടുമ്പോൾ സ്വയം മറക്കുന്നവർ, കൂടെപ്പിറപ്പിനെ മറന്നു പോകുന്നവർ, അമ്മയെ മറന്നു, അച്ഛനെ മറന്നു, എല്ലാം മറന്നുപോയി. അത്രയും വേഗമായിരുന്നു, തിരക്കായിരുന്നു, ആർക്കും ഒന്നും മനസ്സിലായില്ല. എന്നും ചിരിച്ചുകൊണ്ട് നടന്നവന് യാത്ര പറയാതെ പോകുന്നവൻ്റെ തിരക്കായിരുന്നു. അവനും പോയി, അതാണ് സത്യം. എങ്ങോട്ടാണ് പോയതെന്നും എന്തിനാണ് ഇത്ര തിരക്കം കാട്ടിയതെന്നും ആരോടെങ്കിലും പറയാമായിരുന്നില്ലേ? പറഞ്ഞിട്ട് ഇനി എന്തിനല്ലേ, എല്ലാം തീർന്നില്ലേ? പിന്നെ മരണവീട്ടിലെ ചില ആൾക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മരണവീടിന് നിശബ്ദതയിൽ മനുഷ്യരാകുന്ന ചില മൃഗങ്ങളുണ്ട്. മരണത്തിന് പോലും മനുഷ്യരാക്കാൻ പറ്റാത്ത ചില മൃഗങ്ങളുമുണ്ട്. ദൈവത്തിനെയും വിധിയെയും അംഗീകരിക്കാത്ത വിശ്വാസങ്ങൾ മരണത്തെ അംഗീകരിച്ചേ പറ്റും. അത് ശരിയാണ്, ദൈവത്തെ അംഗീകരിക്കാതിരിക്കാം. പക്ഷെ മരണമെന്നുള്ള സത്യത്തെ അംഗീകരിക്കാത്തവർ ആരും ഉണ്ടാവില്ല. പിന്നെ കാരണങ്ങളും കുറ്റങ്ങളും പലതുമുണ്ട്. ചിതയിലെ തീയണയുമ്പോൾ എല്ലാം മറക്കും. മരണത്തോടെ എല്ലാ വൈരാഗ്യങ്ങളും എല്ലാം അവസാനിക്കുന്നു. അങ്ങനത്തെ ഒരു ഗ്രേറ്റ് ഈക്വലൈസറാണ് മരണം എന്നുള്ള പറയുന്നത്. പിന്നെയാണ് ഈ കഥയുടെ തീമിലേക്ക് കിടക്കുന്നത്. മരിച്ചു പോയവനേക്കാൾ തിരക്കായിരുന്നു ഓരോ വേദിയും അവസരമാക്കാൻ മത്സരിക്കുന്നവർക്ക്. അതിന് മരണമെന്നോ കല്യാണമെന്നോ ചോറൂണെന്നോ വ്യത്യാസമില്ല. ആ അനൗചിത്യത്തെ എത്രത്തോളം ബാക്കിയുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു വേദിയിലെ ഒരു സിറ്റുവേഷൻ ഓർത്ത് പലരും പ്രതികരിക്കുന്നില്ല. ഈ അല്പത്തരം കാണുമ്പോൾ ദേഷ്യവും പുച്ഛമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പലരും പ്രതികരിക്കുന്നില്ല. അങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നവരുടെ വികാരമാണ് അവസാനത്തെ വരിയിൽ പറയുന്നത്. 2 മണിക്കൂർ ആ മരണവീട്ടിൽ കണ്ട നാടകത്തിലേക്ക് ജിനേന്ദ്രൻ നീട്ടിത്തുപ്പി. പിന്നാലെ വന്ന ചിലരും തുപ്പി. മറ്റൊന്നും ചെയ്യാനാവാത്തവരുടെ തുപ്പൽ ഉളുപ്പില്ലാത്തവരുടെ വെള്ളക്കുപ്പായത്തിൽ ചുവന്ന അടയാളങ്ങളായി. അങ്ങനെ ഉള്ളൊരു പ്രതികരണം, ഈ അല്പത്തരത്തോടുള്ള പ്രതികരണം പലപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കേണ്ടാവുക. ആ വേദിയെ ഓർത്ത്, ആ വിഷമിക്കുന്ന ആളുകളെ ഓർത്ത് നമ്മളവിടെ വെറുതെ ഒരു സീൻ ഒഴിവാക്കാൻ വേണ്ടി പലപ്പോഴും പ്രതികരിക്കാറില്ല. പക്ഷെ അപ്പോഴും ഇത്തരം അല്പത്തരങ്ങൾ മുഴച്ചു നിൽക്കുന്നു. ഇത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഒരു സാമൂഹികമായ ഒരു യാഥാർത്ഥ്യത്തെ, ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യത്തെ, അനൗചിത്യത്തെയൊക്കെ ഈ കഥയിലൂടെ വരച്ച് കാട്ടുകയാണ്. നല്ലൊരു എഴുത്താണ്. 4 പേജിലൊരു ചെറിയ കഥയാണ്, പക്ഷെ നല്ലൊരു സന്ദേശം അതിലൂടെ നൽകുന്നുണ്ട്.